ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻ. അപ്പോൾ ഇന്നും ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ടിയാര ഫ്ലവേഴ്സ്, ഫോറമും ബീഡ്സ്, അതേപോലെ ഈ ഒരു ഹെയർ ബോ ഞാൻ ചെയ്തതാണ്. ഇതിൽ ഞാൻ വന്നിട്ട് റെയിൻബോ കളറിലുള്ള ലേസ് എടുത്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തുന്നിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ തുരുമ്പെടുത്തതോ അല്ലെങ്കിൽ കുറച്ച് ഡാമേജൊക്കെ ഉള്ള ഹെയർ ബോസ് ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചുറ്റി ഫുള്ളി സാറ്റേൺ നന്നായിട്ട് അതൊന്ന് തുടച്ച് മാറ്റി ഉണക്കി അത് കഴിഞ്ഞ് സാറ്റേൺ കവർ ചെയ്യുമോ, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് റെയിൻബോ കളേഴ്സ്, മൾട്ടി കളേഴ്സിൽ വരുന്നതോ ഏത് വെച്ച് വേണമെങ്കിലും കവർ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിതേപോലെ ടിയാരയുടെ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഹെയർ ബോ ആണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റെയിൻബോ കളറിലുള്ള എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. അല്ല പല കളേഴ്സ് ഡ്രസ്സിൽ വരുന്നത്, അങ്ങനെ പല രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ബണ്ണിൽ നമ്മുടെ ഹെഡ് ബോ ഇല്ലേ, നൈലോൺ ബണ്ണ് പോലത്തെ കുറച്ച് വീതിയുള്ളത്, അതിൽ വേണേൽ ചെയ്യാം. അല്ല എങ്കിൽ ഹെയർ ബോയിൽ ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് വയറാണ്, അതുകൊണ്ടാണ് ഇത്ര നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വള്ളി പോലെ ഇരിക്കുന്നത്. ഇത് നൂലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നൂലാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വള്ളിയിൽ തന്നെ ചെയ്യുന്നത്. ഇതേപോലെ കോർത്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ സൂചിയിട്ട് ഇറക്കുകയാണ്. സൈഡിൽ കയറ്റുന്ന ഒരു സൈഡിൽ തന്നെ ഞാൻ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ബീഡ്സ് മാത്രമാണ് നമുക്കതൊരു ഇങ്ങനെ പോരാതിരിക്കാൻ വേണ്ടി, ഫ്ലവർ പോരാതിരിക്കാൻ ഒരു ബീഡ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഇറക്കുകയും കൂടെ ചെയ്യുന്ന സൂചി. അപ്പം നമുക്കത് കറക്റ്റ് അവിടെ പൊസിഷനിൽ ഇരുന്നുള്ളൂ. ഇതേപോലെ സൈഡിലേക്ക് എടുക്കുകയാണ്. സൈഡിൽ നമ്മൾ പിന്നെയും ടിയാര ഫ്ലവർ തന്നെ വെക്കുന്നതും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വലിയ വട്ടം ചുറ്റി ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതേപോലെ സൂചി നൂല് വെച്ച് നമുക്ക് ഈ നടുക്ക് കോർത്തു. ഇപ്പം ഞാൻ സൈഡിൽ കോർത്ത് ഊരി. അതേപോലെ ഇനി അവിടെ തന്നെ ഒന്നെങ്കിൽ സൈഡിൽ സൂചി വെച്ച് കുത്തിയിട്ട് കയറ്റുക. പല രീതിയിലും നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് തന്നെ നിങ്ങൾ നോക്കുക. ഇതേപോലെ ഞാൻ നേരെ കുത്തി താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കവേർഡ് ഹെയർ ബോയെ കൂടെ തന്നെ ഇറങ്ങും. അതല്ലാതെ നമ്മൾ കുത്തി വേറെ സ്ഥലത്തൂടെ ഇറക്കുകയല്ല, ചുറ്റിക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇതേപോലെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയിൽ. പല കളേഴ്സ് വരുന്ന പോലെ നോക്കുക. ഒരേ കളർ ഒരേ സൈഡിൽ വരാതെ, ഇപ്പം ഈ ബ്ലൂ വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സൈഡിൽ ബ്ലൂ തന്നെ വന്നു, അങ്ങനെയൊന്നും വരാതെ ഓരോ സൈഡിൽ ബ്ലൂ കൊടുക്കുമ്പോൾ രണ്ട് അപ്പുറവും ഇപ്പുറവും ബ്ലൂ, ഇങ്ങനെ 5 കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് മൾട്ടി കളറിൽ വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നി, കുറച്ചും കൂടെ നീളം വേണമെന്ന്. അപ്പോൾ ഞാൻ പിന്നെയും ടിയാര ചെയ്യാണ്. നല്ല പണിയുണ്ട് നമുക്ക്, പക്ഷെ നല്ല സുഖമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതേപോലെ ജസ്റ്റ് കോർത്തിറക്കിയാൽ മതി. ഞാൻ തന്നെ കവേർഡ് ആക്കിയ സാറ്റേണിൻ്റെ ഇതായത് കൊണ്ടാണ് കുറച്ച് ടൈറ്റ്. അല്ലാതെ നമ്മുടെ സാധാ സാറ്റേൺ നല്ല ഒരേ ഒരു കട്ടിയിലേ ഉള്ളൂ. ഇത് 2 ലെയർ ഞാൻ ചുറ്റിയെടുക്കുക ചെയ്തത്, അതുകൊണ്ടാണ് ഇത്തിരി കട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ്ലി ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാൻ കെട്ടിയിട്ടിട്ട് ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുക്കുകയാണ് ഉള്ളിലേക്ക്. അത് കഴിഞ്ഞാൽ പോരത്തില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സാറ്റേൺ കവേർഡ് ഹെയർ ബോയിൽ അല്ല എങ്കിൽ നമ്മുടെ ഗോൾഡനിലോ സിൽവറിലോ ചെയ്യാൻ പറ്റും. അത് ഒന്ന് കവർ ചെയ്താൽ മതി. ഏതെങ്കിലും നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ. സാറ്റേൺ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു. വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.